ഇതെന്താ മോന്? ഇതാണ് നോക്കുന്നത്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് പ്രാക്ടിക്കൽസ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊരു സ്ഥലം വരെ പോകുന്നുണ്ട്. അതിൻ്റെ ത്രില്ലിലാണ് കേട്ടോ ഞാൻ. അങ്ങനെ പ്രാക്ടിക്കൽസ് എല്ലാം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. ജർമ്മനിയിൽ വന്നിട്ടിപ്പോൾ 1 വർഷമായി. അപ്പോൾ നമുക്കൊന്ന് ഇന്ത്യ വരെ പോയിട്ട് വന്നാലോ? യെസ്, നമ്മളിപ്പോൾ ഇന്ത്യയിലേക്കാണ് പോകുന്നത്. നമ്മുടെ എല്ലാവരുടെയും ഓരോ ദിവസം കടന്നു പോകുന്നത് നല്ലതും ചീത്തതുമായിട്ടുള്ള പല കാര്യങ്ങളിലൂടെയാണ്. ഇന്ന് ഞാനിപ്പോൾ പോകുന്നത് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ വെറുതെ ഇങ്ങനെ പോകാനല്ല കേട്ടോ തീരുമാനിച്ചിരിക്കുന്നത്. അവിടെ എല്ലാവർക്കും ഒരു സർപ്രൈസും കൂടെ കൊടുക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നാട്ടിലേക്ക് പോകുന്നില്ല എന്ന് തീരുമാനിച്ച എന്നെ പോയേ പറ്റൂ എന്ന മൈൻഡിലോട്ട് എത്തിച്ച ആദ്യത്തെ വ്യക്തി 10 ദിവസം മാത്രം പ്രായമുള്ള എൻ്റെ ഏട്ടൻ്റെ മോളാണ്. അവൾ ജനിച്ച എന്ന് ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തെങ്കിലും നീ എന്നാ മോളെ കാണാൻ വരുന്നേ എന്നുള്ള ഏട്ടൻ്റെ ചോദ്യത്തിന് ഞാൻ റിപ്ലൈ കൊടുക്കാറ് അവൾ വലുതാവട്ടെ അപ്പോഴേ വരുന്നുള്ളൂ എന്നായിരുന്നു. ബാംഗ്ലൂർ ഫ്ലൈറ്റ് ഇറങ്ങിയതും അവളുടെ അടുത്തേക്കായിരുന്നു ആദ്യം തന്നെ ഞാൻ പോകും. അവളെ ആദ്യമായിട്ട് കണ്ടതും സ്വപ്നമാണോ സത്യമാണോ എന്നറിയാത്ത പോലെ സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു അത്. നമ്മുടെ ബേബി, ഇവളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്നുള്ളൊരു നോട്ടായിരുന്നു എൻ്റെ മുഖത്തേക്ക്. ഞാൻ രണ്ടാമത് പറഞ്ഞ കാര്യത്തിലേക്ക് പോകാം. നമുക്കെല്ലാവർക്കും കാണും ചൈൽഡ്ഹുഡ് തൊട്ടേ ക്ലോസ് ആയിട്ടുള്ളൊരു കസിൻ. വെക്കേഷനൊക്കെ ആയാൽ അവരെങ്ങനെയെങ്കിലും കാണണം, അവരുടെ കൂടെ കളിക്കണം എന്ന് മാത്രമായിരിക്കും ചിന്ത. പിന്നെ കുറച്ച് വലുതായി കഴിഞ്ഞാൽ പരസ്പരം കണ്ടാൽ തീരാത്ത കഥകളായിരിക്കും നമുക്ക് പറയാനുണ്ടാവുക. അങ്ങനെ ഒരാൾ എനിക്കുണ്ട്, ചിപ്പു. ഇന്ന് അവളുടെ എൻഗേജ്മെന്റ് ആണ്. അങ്ങോട്ടേക്കാണ് ഇപ്പം നമ്മൾ പോകുന്നത്. പക്ഷേ അവൾക്കറിയില്ല കേട്ടോ നമ്മളിപ്പോൾ അവിടെ എത്തുന്നുള്ള കാര്യം. അവൾക്ക് മാത്രമല്ല, എൻ്റെ വീട്ടിലും റിലേറ്റീവ്സിനും ആർക്കും തന്നെ അറിയില്ല അത്. ഇതെന്താ മോന്? ശരിക്കും അതൊരു ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റാത്ത മൊമെന്റ് ആയിരുന്നു. എല്ലാവരും ശരിക്കും ഞെട്ടി. നമ്മൾ വിചാരിച്ച പോലെ സർപ്രൈസ് ആയെന്ന് മാത്രമല്ല, സന്തോഷം കൊണ്ട് കണ്ണുകളും നിറയുന്നുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ ചിപ്പു. മറ്റേത് ഞങ്ങളുടെ കുഞ്ഞനീത്തി മീനു. അവളുടെ ഹാപ്പി മൊമെന്റിൽ എനിക്കും പങ്കുചേരാൻ പറ്റിയ സന്തോഷത്തിലാണ് ഞങ്ങൾ രണ്ടുപേരും. രാവിലെ തന്നെ ജർമ്മനിയിലുള്ള എന്നെ വീഡിയോ കോൾ ചെയ്ത് എൻഗേജ്മെന്റിന് പോയതാണ് അച്ഛനും അമ്മയും. അങ്ങനെയുള്ളപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഞാൻ അവരുടെ കൺമുന്നിലെത്തുന്നു. പിന്നെ എങ്ങനെ ഞെട്ടാതിരിക്കാനല്ലേ? എന്തൊക്കെ പറഞ്ഞാലും ആ ഞെട്ടലോട് കൂടിയുള്ള അവരുടെ കണ്ണുകളിലെ സന്തോഷം കാണുമ്പോൾ എന്നെ വല്ലാതെ അതിശയിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് ഗെയിംസും ഡാൻസും പാട്ടും എല്ലാം കൂടിയായി ഒരു അടിപൊളി വൈബായിരുന്നു. എന്റെ ചേച്ചീന്റെ ഒരുക്കിട്ടുണ്ടായിട്ട് ഞാൻ പറഞ്ഞുതരാം, നല്ല വൃത്തിക്ക് കൊതുകിനെ കൊല്ലും. സത്യത്തിൽ എനിക്കിപ്പോ തോന്നുന്നത് നാട്ടിലേക്ക് വരാനും ഇവരെയൊക്കെ കാണാനും കുറച്ച് വെയിറ്റ് ചെയ്യേണ്ട വന്നെങ്കിലും കറക്റ്റ് സമയത്ത് തന്നെയാണ് ഞാൻ എത്തിയതെന്നാണ്. ഇതിപ്പോ ഞാനും ഹാപ്പി, അവരും ഹാപ്പി. ശരിക്കും ഇങ്ങനൊരു വരവ് വരാൻ കഴിഞ്ഞതിൽ അത്രയധികം സന്തോഷത്തിലായിരുന്നു ഞാൻ ഈ നിൽക്കുന്നത്. ഇങ്ങനെ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ എല്ലാവരും കൂടെ ഇങ്ങനെ സന്തോഷത്തോടെയുള്ള ഫ്രെയിം എനിക്ക് ശരിക്കും മിസ്സായേനെ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. ബായ്.